മാള ഹോമിയോ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. പ്രദേശത്ത് മണിക്കൂറോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കൊരട്ടി ചെറുവാളൂരിൽ വാഹനത്തിൽ കയറ്റി വന്ന വൈക്കോലിന് തീപിടിച്ചു. ചെറുവാളൂർ മൃഗാശുപത്രി ജംഗ്ഷനിൽ ഇന്ന് രാവിലെയാണ് സംഭവം. ആശാവർക്കർമാരുടെ സമരം സ്ത്രീപക്ഷ സമരമായതിനാലാണ് മന്ത്രിമാരും ഇടതു നേതാക്കളും സമരത്തെ പരിഹസിക്കുന്നതെന്ന് തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വൈകാതെ പിണറായിയും കൂട്ടരും സ്ത്രീശക്തി എന്തെന്ന് തിരിച്ചറിയുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ഹോമിയോ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. പ്രദേശത്ത് മണിക്കൂറോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നെങ്കിലും ആളപായമില്ല. മാളയിലും പരിസരങ്ങളിലുമായി പൊതുജനങ്ങളെയും സ്ഥാപനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കിയുള്ള വൈദ്യുതി പോസ്റ്റിലിടിച്ചുള്ള അപകടം തുടർക്കഥയാവുകയാണ്. പോസ്റ്റ് ഒടിഞ്ഞാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ സമയമെടുക്കും. ആഴ്ചയിൽ ഒന്നെന്ന രീതിയിലാണ് പോസ്റ്റ് ഇടിച്ച് തകർത്തുകൊണ്ടുള്ള അപകടങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിലുണ്ടായ അപകടങ്ങളിലെല്ലാം വാഹനയാത്രക്കാർക്ക് അപകടം പറ്റാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് വേണം കരുതാൻ. ലഹരിയോ ഉറക്കക്കുറവോ ശ്രദ്ധക്കുറവോ പലതുമാവാം ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം. വാഹനം ഓടിക്കുന്ന നാം ഓരോരുത്തരും ശ്രദ്ധിച്ചാലേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ. മീഡിയ ടൈം, മാള. കൊരട്ടി ചെറുവാളൂരിൽ വാഹനത്തിൽ കയറ്റി വന്ന വൈക്കോലിന് തീപിടിച്ചു. കൊരട്ടി പുളിക്കക്കടവ് റോഡിൽ ചെറുവാളൂർ മൃഗാശുപത്രി ജംഗ്ഷനിൽ ഇന്ന് രാവിലെയാണ് സംഭവം. ചെറുവാളൂർ പാടശേഖരത്തിൽ നിന്നും വൈക്കോലുമായി വന്ന ലോറി വൈദ്യുതി ലൈനിൽ തട്ടിയാണ് തീപിടുത്തം ഉണ്ടായത്. അഗ്നിശമന സേനയെത്തി തീയണച്ചതിനാൽ വാഹനത്തിലേക്ക് തീ പടരാതെ അപകടം ഒഴിവായി. ചാലക്കുടി സ്റ്റേഷൻ ഓഫീസർ PG ദിലീപ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PO വർഗീസ്, ഹരിലാൽ VT, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രതീഷ് PR, ശ്യാം മോഹനൻ, അനിൽ മോഹനൻ, രോഹിത് K ഉത്തമൻ, സുരാജ് കുമാർ, അഖിൽ R നായർ, മിഥുൻ PS, ഹോം ഗാർഡന്മാരായ TA ജോസ്, KS അശോകൻ എന്നിവർ 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ആശാവർക്കർമാരുടെ സമരം സ്ത്രീപക്ഷ സമരമായതിനാലാണ് മന്ത്രിമാരും ഇടതു നേതാക്കളും സമരത്തെ പരിഹസിക്കുന്നതെന്ന് തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സ്ത്രീശക്തിയെക്കുറിച്ച് അറിയുമെങ്കിൽ പരിഹാസ പ്രസ്താവനകൾ നടത്തില്ലായിരുന്നുവെന്നും വൈകാതെ പിണറായിയും കൂട്ടരും സ്ത്രീശക്തി എന്തെന്ന് തിരിച്ചറിയും. ആശാവർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന MHS മിഷൻ ഡയറക്ടറുടെ വിവാദ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിക്കുന്ന സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിസംബർ മാസത്തിൽ 6000 എന്നുള്ളത് 7000 ഓണറേറിയം ആക്കി. ഇത്രയും മാസക്കാലമായി ഇതുവരെ ഓണറേറിയം കൂട്ടിയെന്നത് മാത്രമല്ല 6000 പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി. തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ നേതാക്കളായ IP പോൾ, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയേൽ, രാജൻ പല്ലൻ, നിജി ജസ്റ്റിൻ, ഷിജു വെളിയത്ത്, KH ഉസ്മാൻ ഖാൻ, CB ഗീത, രവി ജോസ് താണിക്കൽ, ലീലാമ്മ, T നിർമ്മല, ബിന്ദു കുമാരൻ, ലാലി ജെയിംസ്, ലീല, K ഗോപാലകൃഷ്ണൻ, ജേക്കബ് പുലിക്കോട്ടിൽ, ഹാപ്പി മത്തായി, K സുമേഷ്, KA ടോണി എന്നിവർ പ്രസംഗിച്ചു. ഭവന പദ്ധതികൾക്കും ഗ്രാമീണ റോഡുകളുടെ ആധുനീകരണത്തിനും മുൻതൂക്കം നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 ബഡ്ജറ്റ് അംഗീകരിച്ചു. 32,65,29,450 രൂപ ചെലവും 2,36,38,327 രൂപ നീക്കിയിരുപ്പുമുള്ള ബഡ്ജറ്റ് കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അവതരിപ്പിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. കുടിലുകളില്ലാത്ത കൊരട്ടി എന്ന പദ്ധതിക്ക് 3 കോടി രൂപയും റോഡുകളുടെ ആധുനീകരണത്തിന് 5 കോടി രൂപയും വകയിരുത്തി. കൊരട്ടി പഞ്ചായത്തിന്റെ മാനേജ്മെന്റിലുള്ള പഞ്ചായത്ത് LP സ്കൂളിലേക്ക് AI ടീച്ചർ നിർമ്മാണത്തിന് 3 ലക്ഷം രൂപ വകയിരുത്തിയത് ബഡ്ജറ്റിലെ ശ്രദ്ധേയമായ പദ്ധതിയാണ്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, ബിജോയ് പെരേപ്പാടൻ,
PG സത്യപാലൻ എന്നിവർ പ്രസംഗിച്ചു. ഒന്ന്, കുടിലുകളില്ലാത്ത കൊരട്ടി ലൈഫ് ഭവന പദ്ധതി ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധത്തിലാണ് തലചായ്ക്കാനുള്ള സുരക്ഷിത ഭവനം അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അനവരതം മുന്നോട്ട് പോയി കഴിഞ്ഞു. അപേക്ഷിച്ച യോഗ്യരായ എല്ലാവർക്കും ഭവനം ലഭ്യമാക്കാൻ സർക്കാർ ഏജൻസിയും സർക്കാർ ഇതര ഏജൻസിയും വഴി ഈ പഞ്ചായത്ത് കൂട്ടായ പരിശ്രമം ഇതിനകം നടത്തിയിട്ടുണ്ട്. ആയതിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ പഞ്ചായത്തിലെ 19 വാർഡിലെയും ജനങ്ങളെ. ഇനിയും അവശേഷിക്കുന്ന അപേക്ഷിച്ച എല്ലാവർക്കും അടുത്ത സാമ്പത്തിക വർഷം സർക്കാർ ഇതര ഏജൻസികൾ വഴി വീട് നിർമ്മാണത്തിന് 3 കോടി രൂപ വകയിരുത്തുന്നു. വികസന മേഖലയ്ക്ക് ഊന്നൽ നൽകിയും സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റ് പാസാക്കി. 39,25,72,000 രൂപ വരവും മുൻ ബാക്കി 2,51,66,983 രൂപയും 40,47,72,778 രൂപ ചിലവും 1,29,66,625 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ എല്ലാ അതിദരിദ്രരെയും പുനരധിവസിക്കുന്നതിന് വേണ്ടി 3.5 കോടിയോളം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. ബഡ്ജറ്റ് സമ്മേളനത്തിൽ പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ ജിയോ ഡേവിസ്, സിന്ധു ബാബു, ഷീല സജീവൻ, വാർഡംഗങ്ങളായ ഷംസു വെളുത്തേരി, നസീമ നാസർ, PH ബഷീർ, സദക്കത്തുള്ള, TK ഷറഫുദ്ദീൻ, MM മുകേഷ്, K കൃഷ്ണകുമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ആശാവർക്കർമാർ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റസിയ അബു ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരി കാലത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, ഒരു രോഗിക്ക് ഒരു അസുഖം അവരുടെ ശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ പോലും യാതൊന്നും നോക്കാതെ തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും, അതുപോലെ തന്നെ ക്വാറന്റൈനിരിക്കുന്ന രോഗികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുക്കാനും, അതുപോലെ അവരുടെ ക്ഷേമകാര്യങ്ങൾ ഫോണിലൂടെ വിളിച്ച് അന്വേഷിക്കുന്നതിനും എല്ലാം രംഗത്തെത്തിയിരുന്ന ആളുകളാണ് നമ്മുടെ ആശാവർക്കർമാർ. അന്ന് ആ ആശാവർക്കർമാർ നമ്മുടെ സർക്കാരിന് മാലാഖമാരായിരുന്നു. പക്ഷേ ആ മാലാഖമാർ ഇന്ന് അവരുടെ ചെറിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് 18 ദിവസം കഴിഞ്ഞു അവർ നമ്മുടെ കളക്ട്രേറ്റ് പഠിക്കൽ സമരത്തിനിരിക്കുന്നത്, സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിനിരിക്കുന്നത്. എന്നിട്ടും അവരുടെ നേരെ കണ്ണു തുറക്കാതെ അവർക്ക് നേരെ ഭീഷണിയുമായിട്ടാണ് ഇന്ന് നമ്മുടെ സർക്കാർ എത്തിയിരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈല പ്രകാശൻ, TS ഷാജി, ആന്റണി പയ്യപ്പള്ളി, ജിജോ അരിക്കാടൻ, CK യുദി, PS സുഭാഷ്, VS അരുൺ രാജ്, PA ഹുസൈന, TK ജോണി, വാസന്തി സുബ്രഹ്മണ്യൻ, മല്ലിക ആനന്ദൻ, സുഭാഷ് ചെമ്പനാടൻ, KP പ്രജീഷ്, PC ബാബു, പത്മിനി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. MK കാഞ്ചന, സുമയ്യ സുലൈമാൻ, ഉഷ സുഗതൻ, ടോണി കണ്ണായി, ജോർജ് പട്ടേരി, സലാം അരിപ്പുറത്ത്, ജോജു പയ്യപ്പള്ളി, ഗിരീഷ് മാച്ചിങ്ങത്ത്, ജോസ് കാളിയങ്കര, പോൾസൺ ചുണ്ടേക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ VR സുനിൽകുമാർ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 14 കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിക്കുന്നു. ഉദ്ഘാടന പരിപാടികളുടെ ഭാഗമായി സംഘാടക സമിതി യോഗം നടന്നു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കൃഷി നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ നാട്ടിലെല്ലാം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ വിവിധതരം പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ കർഷകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കൃത്യമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് പേര് പണ്ടത്തേതിൽ നിന്നും ഒത്തിരി പേര് കൃഷിയിലേക്ക് വരികയും വ്യത്യസ്ത തരം കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും രംഗത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ കുടുംബങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന സ്ത്രീകൾ പോലും
ഇന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്ത്, വെള്ളാങ്കുളൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കുടുംബശ്രീ, FIG, BPKP തുടങ്ങി വിവിധ കാർഷിക ഗ്രൂപ്പ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകളിലേക്ക്. അഷ്ടമിച്ചന സർവീസ് സഹകരണ ബാങ്ക് അംഗ സമാശ്വാസ നിധി വിതരണം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. അതേപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മൾക്കറിയാനുള്ള ബാങ്കുകളെ അപേക്ഷിച്ച് ഏതൊരു തരത്തിലായാലും പെൻഷന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും മറ്റുള്ള സേവന രംഗത്തായാലും ഇന്ന് മികവിന്റെ കേന്ദ്രമായതുകൊണ്ട് മികച്ച പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ബാങ്ക് പുലർത്തിക്കൊള്ളുന്നത്. അത് നമ്മുടെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കൊരു സമാശ്വാസമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. നമ്മുടെ എല്ലാ ഘടകങ്ങളും ഒറ്റഘട്ടത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ഘട്ടഘട്ടങ്ങളായി നമ്മൾക്ക് ഓരോ തരത്തിലേക്കും മറ്റൊരു തരത്തിലായി നമുക്ക് സഹായ ഉപകരണങ്ങളായും സഹായമായിട്ട് നമുക്ക് താങ്ങായി കൊടുക്കാൻ വളരെ ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ അധ്യക്ഷത വഹിച്ചു. KV ഡേവിസ്, KV രഘു, സെക്രട്ടറി NS സനുഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആർട്സ് ഡേ കലയുഗ ആഘോഷിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് നന്ദകിഷോർ നെല്ലിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൂണുകളത് ഞാൻ പറഞ്ഞത് കേട്ടില്ല. അതിന് ബലമുണ്ടാവണം തൂണിന്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ പിള്ളേറിന് ആദ്യത്തെ ബലം വേണ്ടത് ഫിസിക്കൽ ശരീരത്തിൻ്റെ ബലമാണ്. അതിന് ഫുഡ് അടിക്കുക. ഇപ്പം കേരളത്തിലെ ഫുഡ് എന്താണ്? ഇഡ്ഡലി, ദോശ, പുട്ട്, കടലൊക്കെ പോയി. ഇപ്പം ഫുഡ് പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, ഷവർമ നെവർമ ഒരിക്കലും കഴിക്കരുത്. കാരണം 2 ഷവർമ കഴിച്ചിട്ട് ഒരുത്തൻ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിൽ കയറിയിരുന്നു. അയാൾ അവിടെ നിന്നേക്ക് മരിച്ചു, സിദ്ധി കൂടി. അപ്പോൾ food that which is expected to protect and sustain life is becoming a destructive thing. മനുഷ്യന്റെ ശരീരം നിലനിർത്തുന്ന ഭക്ഷണം അത് മനുഷ്യനെ നശിപ്പിക്കുക. അപ്പം ഷവർമ ആലോചിച്ച് കഴിച്ചാൽ മതി. പിന്നെ ഒന്നുണ്ട് അൽഫാം. ഇപ്പൊ എങ്ങനെ വെച്ചാൽ നെൽഫാം നാസ്തി അൽഫാം ജാസ്തി. നെൽകൃഷി ഇല്ല, നെൽഫാം നാസ്തി അൽഫാം ജാസ്തി. ഫാസ്റ്റ് ഫുഡാണ്. Fast food has become the order of the day, and almost all of you would have been familiar with the Newton's third law of motion. For every action, Newton's third law of motion. കോളേജ് ഡയറക്ടർ A. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഗീത ഗോപാൽ, വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽമാരായ അംബിക ദേവി, ഫോൺസി ഫ്രാൻസിസ്, ഷാജി ജോർജ്, ആർട്സ് കോർഡിനേറ്റർ മരിയ നിജി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ വികസന സെമിനാർ നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, PK ജേക്കബ്, ബീന രവീന്ദ്രൻ, CV ആന്റണി, MD ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. മതിലകം സ്പോർട്സ് അക്കാദമി ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണവും ഓഫീസ് ഉദ്ഘാടനവും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. PK ചന്ദ്രശേഖരൻ, PC ഗോപിദാസ്, അൻവർ ഹുസൈൻ, KY അസീസ്, VK മുജീബ്, റഹ്മാൻ, KK ജയൻ, PH നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണവും നടത്തി. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ മരിച്ചവരെ ഓർക്കുന്ന ദിവസമായ അനീത തിരുനാൾ ആചരിച്ചു. രാവിലെ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംതാന പള്ളിയിൽ വിശുദ്ധ കുർബാന മാർ ഔഗിൻ കുര്യാക്കോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് സിമിത്തേരിയിൽ പൊതു അനീത ശുശ്രൂഷയും കല്ലറകളിൽ അനീത വെള്ളം തളിച്ചും മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഫാദർ ഡേവിസ് തലോകാരൻ, ഫാദർ AC ആന്റണി, ഫാദർ സിൻഡോ ജോസ്, ഫാദർ ജിനു ജോസ് എന്നിവർ സഹകാർമ്മികരായി. പ്രധാന വാർത്തകൾ വീണ്ടും.
മാള ഹോമിയോ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. പ്രദേശത്ത് മണിക്കൂറോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കൊരട്ടി ചെറുവാളൂരിൽ വാഹനത്തിൽ കയറ്റി വന്ന വൈക്കോലിന് തീപിടിച്ചു. ചെറുവാളൂർ മൃഗാശുപത്രി ജംഗ്ഷനിൽ ഇന്ന് രാവിലെയാണ് സംഭവം. ആശാവർക്കർമാരുടെ സമരം സ്ത്രീപക്ഷ സമരമായതിനാലാണ് മന്ത്രിമാരും ഇടതു നേതാക്കളും സമരത്തെ പരിഹസിക്കുന്നതെന്ന് തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വൈകാതെ പിണറായിയും കൂട്ടരും സ്ത്രീശക്തി എന്തെന്ന് തിരിച്ചറിയുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.